തിരുവനന്തപുരം സിറ്റിയിൽ കണ്ണമ്മൂലയിൽ നമുക്ക് 1.5 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വളരെ ബഡ്ജറ്റ് റേറ്റിൽ സ്വന്തമാക്കാം. അതായത് 1.5 സെന്റ് പൈസയെ മുടക്ക് വരുന്നുള്ളൂ, അതും അത്യാവശ്യം നല്ലൊരു വിലക്കുറവാണ്. അതിന്റെ കൂടെ പിന്നെ നമുക്കൊരു കൺസ്ട്രക്ഷൻ കോസ്റ്റേ വരുന്നുള്ളൂ. എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് മോഡലിൽ നമ്മൾ ഇവിടെ ഏതാണ്ട് ഒരു 95 സെന്റ്സ് ഓഫ് ലാൻഡ് ഉണ്ട് ഈ പറഞ്ഞ ലൊക്കേഷനിൽ. ഇതിപ്പോ 3 സെന്റിൽ ചെയ്യുന്ന ഒരു വീടാണ്. 3 സെന്റിൽ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾ ചെയ്യുന്ന വീടാണ്. ഒരു 4 ബെഡ്റൂം ഉള്ള ഒരു 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. 2 കാർ പാർക്ക് ചെയ്യാവുന്ന തരത്തിൽ വെറും 3 സെന്റിലാണ്. ആലോചിക്കണം, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും അത്യാവശ്യം വിലയുള്ള ഒരു സ്ഥലമാണ്, നഗരഹൃദയമായിട്ടുള്ള ഈ സ്ഥലത്ത് 3 സെന്റിൽ ഒരു വീട് വെക്കാൻ പറ്റിയതിന്റെ ഒരു മാതൃക ആദ്യത്തെ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമറിന് വേണ്ടി ചെയ്യാണ്. അതായത് കസ്റ്റമർ ആദ്യമേ ലാൻഡ് വാങ്ങി അതിനകത്ത് ചെയ്ത് കൊടുക്കും. നമ്മളെ ഡിസൈൻ വെച്ച് എക്സാക്ട്ലി. അതെ അതെ. അപ്പൊ ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടായിരുന്നു? ഇത് 1800 സ്ക്വയർ ഫീറ്റ് 4 BHK വീടാണ്. 4 BHK വീടാണ്. 3 സെന്റിൽ 4 BHK വീട്. പിന്നെ അത് വീട് ഇപ്പൊ കാണാം, നമുക്ക് അകത്തേക്ക് കാണാം, വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പം ഇവിടെ ഒരു സെന്റിന്റെ വില ഏതാണ്ട് ഒരു 16 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. വഴിയെല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു സെന്റിന്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ ആ പ്രൈസിന് തന്നെ ഒരു 1.5 സെന്റ് 1.25 സെന്റ് ഒക്കെ ഒരാളിന് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 4-5 പേര് ചേർന്നിട്ട് സ്റ്റാക്ക് ചെയ്ത് നമുക്ക് വീഡിയോ വെർട്ടിക്കൽ അപ്പാർട്ട്മെന്റ്. എക്സാക്ട്ലി. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് ലാൻഡിൽ ഓണർഷിപ്പ് ഉണ്ട്. അവർക്ക് ഈ പറയുന്ന തരത്തിൽ അവർ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ഏത് ഫ്ലോർ വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാൻ തരത്തിൽ അവർ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഒരു 3 BHK വീട്, നല്ലൊരു വീട് നഗരഹൃദയത്തിൽ അവർക്ക് ചെറിയ കോസ്റ്റിന് ചെയ്തേക്കാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നപ്പോ ഒരു 10-60-65 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീടായി മിക്കവാറും ചെയ്യാൻ പറ്റും. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഡിസൈൻ അല്ലെങ്കിൽ എത്രയാണ് വേണ്ടത്. കാരണം ഈ ഒരു ലൊക്കേഷനിൽ നമ്മളിപ്പോ ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങാൻ പോയാൽ 1 CR കുറഞ്ഞില്ല. അതില്ല ഇല്ല. 1.25 മേളിലോട്ടുള്ള പ്രൈസ്. അങ്ങനെയുള്ള ലൊക്കേഷനിൽ നമുക്ക് 1.5 സാധാരണ ഫ്ലാറ്റിനാകുമ്പോൾ നമ്മുടെ ഒരു ലാൻഡ് വാല്യൂ നമുക്ക് കിട്ടുന്ന ഒരു ഷെയർ എന്ന് പറയുന്നത് നോർമലി ഒരു 1/4 സെന്റോ 1/2 സെന്റോ ഒക്കെ ആയിരിക്കും. അതെ. ഇത് നമുക്ക് 1.5 സെന്റ് നമ്മുടെ പേരിലേക്ക് ആക്കാം. അങ്ങനെ ഒരു കൊളാബറേറ്റീവ് മോഡൽ ഒത്തിരി സ്ഥലത്തുണ്ട്. കൊച്ചിയിലൊക്കെ ഇത് കാര്യമായിട്ട് തന്നെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഈ ലാൻഡിന്റെ അഫോർഡബിലിറ്റി സിറ്റിയിൽ ഹൈ പ്രൈസ്ഡ് ആണ്. ഇപ്പൊ ഒരു 5 സെന്റ് മേടിക്കാന്നുള്ളത് തന്നെ എത്ര നല്ലൊരു എമൗണ്ട്, വീടിനേക്കാളും വലിയ എമൗണ്ട് അതിന്. പിന്നെ അതിനകത്ത് കൺസ്ട്രക്റ്റീവ് വീട് ഉണ്ടാക്കുക എന്നുള്ള വലിയ ഇതൊരു 5 പേരോ അല്ലെങ്കിൽ ഒരു 4 പേരോ ചേർന്ന് അവരൊരു ഐഡിയ പ്രകാരം നമുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു ബഡ്ജറ്റിനകത്ത് അവർക്ക് ഓരോ അപ്പാർട്ട്മെന്റ്സ് സ്വന്തമാക്കാം. ഓരോ ഫ്ലോറിനനുസരിച്ചിട്ട് അവർക്ക് ഒരു വാല്യൂ മാറ്റി. അത്രേ ഉള്ളൂ. അത് അവര് ഒരു കോർഡിനേഷൻ വെച്ചിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അത് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ അതിന്റെ ഡിസൈൻ മുതൽ ഡെലിവറി വരെയുള്ള കാര്യങ്ങളെല്ലാം അവരെ കേട്ടുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തൊരു വീടാണിത്. നമ്മളൊരു 3 സെന്റ് മേടിച്ച് സിംഗിൾ വീടായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ആ ഷീറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി നമുക്ക് ഇതിന് റോഡാണ്. അപ്പൊ ആ ഒരു റോഡ് ബേസ് ചെയ്ത് നമ്മൾ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അകത്ത് വരുന്ന പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതെ. അപ്പൊ സാധാരണ ആർക്കും ഒരു വീട് വെക്കാം. നാട്ടിൽ വീട് വെക്കുന്ന ഒരു കോസ്റ്റ് ഒക്കെ തന്നെ ഇവിടെ സിറ്റിക്കകത്ത്. ഇനി അതല്ല 5 സെന്റ് വാങ്ങി വീട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല റോഡാണ്. വലിയ പ്രോജക്ട് റോഡ് ഇപ്പൊ വരികയാണ്. ഇതിന്റെ ഈ റോഡായിട്ട് വരും. നല്ല ഡെവലപ്മെന്റ് പണികളൊക്കെ നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ. അപ്പൊ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കണ്ണമ്മൂല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ കണ്ണമ്മൂല പാലത്തിന് മുന്നേ വലത്തോട്ട് അയ്യങ്കാളി റോഡ്, അത് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം. ശരിക്കും നമ്മുടെ ആ തോടിന്റെ കരയിലൂടെ വരുന്ന റോഡാണ്. ഇപ്പൊ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനകത്ത് മണ്ണൊക്കെ ഇട്ട്, അതായത് ഈ ബണ്ട് റോഡിന്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് എല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ആ സൈഡിൽ വന്നിട്ട് നല്ല പൊക്കത്തിനാണ് ആ ഒരു വാള് ചെയ്തോണ്ടിരിക്കുന്നത്. 2 സൈഡിലും. അതെ. നമ്മുടെ ഈ യാമേഴിഞ്ഞാൻ തോടിന്റെ 2 സൈഡിലും വർക്ക് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രോപ്പർട്ടീസ് വീഡിയോ ഇടുമ്പോൾ മെയിൻ പ്രശ്നം എല്ലാവരും പറയുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറും. ഇപ്പൊ ഇനി ആ ഇഷ്യൂ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് വെള്ളം കയറില്ല. അത് മാത്രമല്ല റോഡ് ഒരു തവണ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാലത്തിൽ സ്റ്റക്കായി നിന്നിട്ട് അവിടെ വെള്ളം കയറി സ്റ്റക്കായി നിന്നു. ഇപ്പൊ ആ പാലത്തിന്റെ വർക്കെല്ലാം ഫിനിഷ് ആയി. ഇവിടെയെല്ലാം ഒത്തിരി വീടുകളാണ്. ഇപ്പൊ ഇവിടെ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും നല്ല മഴയത്ത് നോക്കിയാലും ഇവിടെ ഇപ്പം വെള്ളത്തിന്റെ വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ തന്നെ ഉള്ള ആളാണ് ഈ വീട് വാങ്ങിയിരിക്കുന്നത്, ഈ സ്ഥലം വാങ്ങിയത്. അപ്പൊ വളരെ അടുത്തുള്ള ആളാണ്. അപ്പം ആ തരത്തിലൊന്നുള്ള ഒരു പ്രോബ്ലംസ് ഒന്നും ഇവിടെ ഇപ്പൊ തൽക്കാലം ഇല്ല. പിന്നെ ഇവിടുത്തെ റീച്ചബിലിറ്റി അറിയാലോ, എല്ലാ മേജർ സ്കൂളുകളും തൊട്ടടുത്താണ്. നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി, കിംസ് എല്ലാം ഇവിടുന്ന് ഒരു എയർ ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചുറ്റി വരുമ്പോൾ 2 കിലോമീറ്റർ. അതെ അല്ലെ? പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പുതിയ പാലം വരുന്നുണ്ട്, കുമാരപുരം അല്ലെങ്കിൽ ആ സൈഡിലേക്ക് മെഡിക്കൽ കോളേജ് ഒക്കെ എല്ലാം പൊതുജന റോഡ് വഴി കയറാൻ പറ്റും. അതുപോലെ ഇവിടുന്ന് നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എയർപോർട്ടിൽ എത്താൻ പറ്റും. ഇപ്പൊ സിറ്റി സെന്ററിലോട്ട് പോകാനായിട്ടും 10 കിലോമീറ്റർ. ആനേർ ഇവിടുന്ന് ശരിക്കും ഒരു 300 മീറ്റേഴ്സേ ഉള്ളൂ ഇവിടുന്ന് എയർ ഡിസ്റ്റൻസ്.
ഇതിലെ കൂടെ ആ റോഡ് അല്ല ഇനി അങ്ങോട്ട് പോകുമ്പോ പുതിയ പാലം റെഡി പാലം ready ആയിട്ട് അതുവഴി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആനേറായി. അതെ അപ്പൊ ആ രീതിയിൽ ആനേറ പോവാം. അപ്പൊ അങ്ങനെ ഒരു ഹൈലൈറ്റ് ലൊക്കേഷനിൽ നമുക്കിതിപ്പോ പ്രോപ്പർട്ടി വാല്യൂ എത്രയാ വരിക? സെന്റിന് എത്ര രൂപ വെച്ച് കൊടുക്കും? ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 15 ലക്ഷം രൂപയാണ്. അപ്പൊ റോഡൊക്കെ ഇട്ട് ഇൻസൈഡ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ പ്രൈസ് കൂടെ അതിനകത്ത് ആടപ്പി ഒരു 4-5 സെന്റ് കൂടെ. സെന്റിന് 15 ലക്ഷം രൂപ അതെ ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1.5 സെന്റ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 22 ലക്ഷം രൂപ. അതെ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് പ്രോപ്പർ ആയിട്ട് വീട് ഈവൻ 1 സെന്റിൽ വീട് വെക്കാൻ കേട്ടോ. ഒരു 1.5 സെന്റിലൊക്കെ നന്നായിട്ട് വീട് വെക്കാൻ പറ്റും. 2-3 ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ബെഡ്റൂം അങ്ങനെ ആ രീതിയിൽ മാറ്റിയും തിരിച്ചും കൊടുക്കാം. ഇത് നമ്മുടെ ക്ലയന്റിന് തന്നെ ആദ്യം ഒരു 3 സെന്റ് എങ്ങനെ വീട് വെക്കുന്നുള്ള ആവശ്യം അവർ വെരി കൺവിൻസ്ഡ്. അപ്പൊ ഇവർക്ക് നന്നായിട്ട് മനസ്സിലായി ഇത് നല്ലൊരു സ്പേഷ്യസ് റൂം ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ 1 സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ ഗവൺമെന്റ് നമ്മൾ തന്നിരിക്കുന്ന ഈ പറയുന്ന KMBR പ്രകാരമുള്ള അളവുകൾക്കകത്ത്, അതായത് 2 സെന്റിന് താഴെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്കുകൾ കിട്ടത്തില്ല. 3 സെന്റ്. അതേസമയം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ലേബറിനകത്തുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല വീട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതിന്റെ തെളിവാണിത്. എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. സെല്ലിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് അതുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്.